ഭാഷയോടൊപ്പം ആ നാടിന്റെ സംസ്കാരവും പഠിപ്പിക്കുന്ന ഒരു ഗുരുകുല വിദ്യാഭ്യാസ സ്ഥാപനത്തിലാണ് ഞാനിപ്പോ നിൽക്കുന്നത്. 10 വർഷത്തെ സേവന പാരമ്പര്യവും ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾക്ക് ജോലിയും ഭാഷയും നൽകിയ IML അക്കാഡമിയാണിത്. IML അക്കാഡമിയുടെ ക്യാമ്പസിനുള്ളിലേക്ക് കയറുമ്പോൾ തന്നെ ഗുരുകുല വിദ്യാഭ്യാസത്തിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. ജർമ്മനും സ്പാനിഷും കൂടാതെ 28ഓളം ഭാഷകളാണ് IML അക്കാഡമി ഇവിടെ ഓഫർ ചെയ്യുന്നത്. അതുപോലെ തന്നെ A1 കോഴ്സുകൾക്ക് നിബന്ധനകൾക്ക് വിധേയമായി 50% ഫീസ് ഇളവാണ് ഇവിടെ നൽകുന്നത്. IML അക്കാഡമിയുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ആണ് ഇവിടെ പഠിപ്പിക്കുന്ന എല്ലാവരും യൂറോപ്യൻ റെസിഡന്റ് വിസ ഹോൾഡേഴ്സ് ആണ്. അതുകൊണ്ട് തന്നെ ഭാഷ മാത്രമല്ല, അതിനോടൊപ്പം തന്നെ സംസ്കാരം പഠിക്കാനും മനസ്സിലാക്കാനും ഇവിടെ സാധിക്കും. IML അക്കാഡമിയിൽ വന്ന് താമസിച്ച് പഠിക്കുന്നതിന്റെ ഗുണങ്ങളും ഓഫറുകളും എന്തൊക്കെയാണെന്ന് നമുക്ക് ചോദിച്ചറിയാം. നമ്മുടെ ചുറ്റും ഒരുപാട് ഫോറിൻ ലാംഗ്വേജസ് പഠിപ്പിക്കുന്ന കൺസൾട്ടൻസീസ് ആയാലും അക്കാഡമീസ് അവൈലബിൾ ആണെന്ന് നമുക്കറിയാം. പക്ഷെ IML അക്കാഡമിയിൽ ഇവിടെ വന്ന് നിന്ന് താമസിച്ചാണ് കുട്ടികൾ പഠിക്കുന്നത്. എൻ്റെ കൂടെ ഉള്ളത് IML അക്കാഡമിയിലെ മാനേജിംഗ് ഡയറക്ടർ മിസ്റ്റർ ബിജു ആണ്. നമുക്ക് കൂടുതൽ വിശേഷങ്ങൾ ചോദിച്ചറിയാം. ഹലോ സർ. ഹായ്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. സോ സർ, എന്തുകൊണ്ടാണ് വന്ന് പഠിക്കണം, അല്ലെങ്കിൽ ഒരു ഡേ സ്കോളർ അല്ലാതെ വന്ന് പഠിച്ചാൽ എന്തൊക്കെയാണ് ഗുണങ്ങൾ നമുക്ക് ശരിക്കും കുട്ടികൾക്ക് കൊടുക്കുന്നത്? ഇന്റർനാഷണൽ മൾട്ടി ലാംഗ്വേജ് അക്കാഡമി 2016 സ്റ്റാർട്ട് ചെയ്തപ്പോൾ അത്ര വർഷത്തെ എക്സ്പീരിയൻസും ഉണ്ട്. അത് സ്റ്റാർട്ട് ചെയ്തപ്പോൾ നമ്മൾ ഡേ സ്കോളേഴ്സിനായിരുന്നു സ്റ്റാർട്ട് ചെയ്തിരുന്നത്. പക്ഷെ അങ്ങനെ വന്ന് പഠിക്കുന്ന കുട്ടികൾക്ക് 8-9 മാസം കൊണ്ടൊക്കെയാണ് ഇവൻ ജർമ്മൻ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നത്. അപ്പൊ അവർക്ക് ഒരു ഇൻടേക്ക് ഒക്കെ കുറെ വൈകുന്നു. പക്ഷെ നേരെ മറിച്ച് റെസിഡൻഷ്യൽ ആയിട്ട് അവർ ഒരു ഗുരുകുല വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ നിന്ന് പഠിക്കുകയാണെങ്കിൽ അവർക്ക് കൂടുതൽ സമയം ആ ക്യാമ്പസിൽ അവരുടെ കൂടെ പഠിക്കുന്നവരായിട്ട് സംസാരിച്ചും ആ കൾച്ചറുമായി ബന്ധപ്പെട്ടും എപ്പോഴും ടീച്ചേഴ്സ് കൂടെ ഉണ്ടാവും. എന്ത് സംശയങ്ങൾ ദൂരീകരിക്കാനും എല്ലാത്തിനും അവസരം ഉണ്ടാവും. അവരുടെ പഠനം മോർണിംഗ് ടു ഈവനിങ് ആയതുകൊണ്ട് തന്നെ അവർക്ക് എല്ലാ ആക്ടിവിറ്റീസും ആഡ് ചെയ്യുമ്പം ഒരു 6 മന്ത് കൊണ്ടൊക്കെ അവർക്ക് B2 വരെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പൊ അതും പിന്നെ ഇത് ഡേ സ്കോളേഴ്സിനെ സംബന്ധിച്ച് വീട്ടിൽ ചെല്ലുമ്പോൾ അവർ സംസാരിക്കുന്ന ഭാഷ ഇതല്ല. അവരപ്പം നമ്മുടെ വീട്ടുകാരോട് കൂട്ടുകാരോടെല്ലാം നമ്മുടെ ഭാഷ സംസാരിക്കണം. അപ്പം ഡിസ്കണക്റ്റഡ് ആവുകയാണ് ടോട്ടലി. അപ്പൊ എന്നാൽ ഇവിടെ ഡിസ്കണക്റ്റഡ് ആവുന്നില്ല. അതെ, തമ്മിൽ തന്നെ അവർക്ക് ആ ലാംഗ്വേജ് പഠിക്കാനും കൂടുതൽ രണ്ട് കുട്ടികൾ തമ്മിൽ തന്നെ കോർഡിനേറ്റ് ചെയ്യാൻ അവർക്ക് എളുപ്പമായിരിക്കും. തീർച്ചയായിട്ടും ടീച്ചേഴ്സ് എപ്പോഴും അടുത്തുള്ളത് കൊണ്ട് തന്നെ അവർക്ക് ഞങ്ങളുടെ ടീച്ചറിന്റെ ഡിപ്പാർട്ട്മെന്റ് ഹെഡ് HOD എന്ന് പറയുന്ന ആള് പുള്ളിക്കാരൻ ഡോക്ടറേറ്റ് ഉള്ളതാണ്. ജർമ്മനിയിൽ 16 വർഷത്തിന് അധികം അവിടെ താമസിച്ചാണ്. അപ്പൊ സ്പാനിഷ് പഠിപ്പിക്കുന്നത് ഞാനാണെങ്കിൽ ഏകദേശം ഒരു 12 വർഷത്തിലേറെ അവിടെ പഠിച്ച് ജോലി ചെയ്ത് വന്നിട്ടാണ്. ഇറ്റാലിയൻ പഠിപ്പിക്കുന്ന മാഡം ആണെങ്കിൽ അങ്ങനെ തന്നെ. ഞങ്ങൾ അങ്ങനെ ജീവിതശൈലിയും കൾച്ചറും ഒക്കെ ബന്ധപ്പെടുത്തിയാണ് നമ്മുടെ ഇവിടുത്തെ പഠനം കൊണ്ടുപോകുന്നത്. അങ്ങനെ കൊണ്ടുപോകുന്നതായിരിക്കും കുറെ കൂടെ നല്ലത്. ഇപ്പൊ കൂണ് പോലെ മുളച്ചു പോകുന്ന കുഞ്ഞു കുഞ്ഞു സ്ഥാപനങ്ങൾ എന്ന് പറയുന്ന ആ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ ഞങ്ങൾ മാക്സിമം ശ്രമിക്കുന്നുണ്ട്. അതാണ് മറ്റുള്ളവരിൽ നിന്ന് നമ്മളെ വ്യത്യസ്തരാക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കിപ്പോ ഗവൺമെന്റ് അഫിലിയേഷൻ ഉണ്ട്. ആ ഗവൺമെന്റ് ആണ് നമുക്ക് സ്റ്റുഡൻസിനെ വിട്ടു തരുന്നുണ്ട്. ആ സ്റ്റുഡൻസ് നമ്മൾ ട്രെയിൻ ചെയ്ത് കൊടുക്കുന്നു. ഗവൺമെന്റ് ഇപ്പൊ നമുക്ക് ഗവൺമെന്റ് ആണ് നമുക്ക് പേയ്മെന്റ് ചെയ്യുന്നത്. അങ്ങനെയുള്ള കുട്ടികളും ഇവിടെ വന്ന് നിന്ന് പഠിക്കുകയാണ്. അവർ ഓസ്ട്രിയ, ജർമ്മനി ഒക്കെ പോകാനുള്ള BSc നഴ്സസ് ആണ്. അവരൊക്കെ നമ്മളെ സെലക്ട് ചെയ്യുന്നത് തന്നെ അതുകൊണ്ടായിരിക്കണം. ഓക്കെ, സോ നമ്മൾ ഇവിടെ വന്ന് പഠിച്ച് ആ കോഴ്സ് സക്സസ്ഫുൾ ആയിട്ട് കംപ്ലീറ്റ് ചെയ്ത് പാസ് ആവുമ്പോഴാണ് നമുക്ക് ഈ പറഞ്ഞൊരു സർവീസസ് നമുക്ക് അവൈൽ ചെയ്യാൻ പറ്റുന്നത് അല്ലേ? തീർച്ചയായിട്ടും. ഓക്കെ, അതുപോലെ തന്നെ ഇവിടുന്ന് പഠിച്ചിറങ്ങുന്ന കുട്ടികൾക്ക് പ്ലേസ്മെന്റ് ഓഫേഴ്സ് ഇവിടുന്ന് കൊടുക്കാറുണ്ടോ? നമ്മളെ സംബന്ധിച്ച് ഞങ്ങൾ ഇവിടുത്തെ ഡയറക്ടേഴ്സ് എല്ലാവരും തന്നെ പെർമനന്റ് വിസ ഹോൾഡേഴ്സ് ആണ് യൂറോപ്പിൽ. ഞങ്ങൾക്ക് എപ്പോ വേണമെങ്കിലും യാത്ര ചെയ്യാം, എപ്പോ വേണമെങ്കിലും അവിടെ പോവാം, ഏത് കമ്പനികളുമായിട്ട് ചർച്ചകൾ വയ്ക്കാം. അപ്പൊ ഞങ്ങൾ അവിടെ ഞങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്നത് ഞങ്ങൾ വഴി പഠിച്ചു പോകുന്ന കുട്ടികൾക്ക് യാതൊരുവിധ സർവീസ് ചാർജസ് ഞങ്ങൾ ഈടാക്കുന്നതല്ല. അപ്പൊ നമ്മളെ സംബന്ധിച്ച് ഇവിടെ നഴ്സസ് ഇവിടെ പഠിക്കുന്നു, അവർ പഠിച്ചു പാസ്സായാൽ നമ്മളെ സംബന്ധിച്ച് ഫ്രീ ആയിട്ട് നമുക്ക് അവരെ അവിടെ പ്ലേസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിൽ മാജിക് ഒന്നുമില്ല. അവരാണ് നമുക്ക് അതിന്റെ സർവീസ് ചാർജ് തരുന്നത്. ഹോസ്പിറ്റൽസോ ക്ലിനിക്സോ ഒക്കെയാണ് തരുന്നത്. പിന്നെ നമ്മൾ 30ഓളം രാജ്യങ്ങളിലേക്ക് കുട്ടികളെ പഠിക്കാനായിട്ട് വിദേശ പഠനത്തിന് വേണ്ടി അയക്കുന്നു. അവര് ഇവിടെ പഠിച്ചു പോകുന്ന കുട്ടികൾക്ക് സർവീസ് ചാർജസ് ഇല്ല. അവർ പഠിക്കാൻ അവർക്ക് ഏത് ഭാഷയാണ് അവർക്ക് വേണ്ടത്, IELTS ആണെങ്കിലും ഞങ്ങൾ ഗോവയിലുള്ള ഒരു സാറാണ് IELTS പഠിപ്പിക്കുന്നത്. അപ്പൊ എല്ലാവരും ആ ഒരു കൾച്ചറും ആ ലാംഗ്വേജ് നേറ്റീവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. അപ്പൊ അതിന്റെ ക്വാളിറ്റി ഉണ്ടാവും. അപ്പം അവര് ഫീസ് അടയ്ക്കുന്നത് ഡയറക്റ്റ് ആയിട്ട് യൂണിവേഴ്സിറ്റിക്കാണ്, ഞങ്ങൾക്കല്ല. അപ്പോൾ വേറെ ഒന്നുമില്ല മാജിക്.
ആ യൂണിവേഴ്സിറ്റി ഞങ്ങൾക്കുള്ള സർവീസ് ചാർജസ് പ്രൊവൈഡ് ചെയ്യുന്നു. അതെ. സോ ഏറ്റവും വലിയൊരു ക്വാളിറ്റി എന്ന് പറയുന്നത് നമുക്ക് എല്ലാ കൺസൾട്ടൻസീസിലും അല്ലെങ്കിൽ അക്കാഡമീസിലൊക്കെ നമുക്ക് ട്രെയിൻ ടീച്ചേഴ്സും സ്റ്റാഫും ഒക്കെ ഉണ്ടാവും. പക്ഷെ ഇവിടെ എന്ന് പറയുന്നത് ആ ടീച്ചേഴ്സ് അല്ലെങ്കിൽ അവർക്ക് കുറച്ചുകൂടി ആ കൾച്ചറിനെ കുറിച്ച്, കാരണം എല്ലാവരും അവിടെ തന്നെ ആസ് പറഞ്ഞ പോലെ തന്നെ പെർമനന്റ് റെസിഡന്റ് വിസ ഹോൾഡേഴ്സ് ആകുമ്പോൾ അതിന്റെ ഗുണങ്ങൾ വേറെ തന്നെയാണ്. സോ അതുപോലെ നമുക്ക് ഇവിടെ വന്ന് പഠിക്കുന്ന കുട്ടികൾക്ക് എന്തെങ്കിലും പ്രത്യേക ഓഫേഴ്സ് അല്ലെങ്കിൽ ഇപ്പൊ നമ്മളിപ്പം ഈ വെക്കേഷൻ സമയത്ത് നമ്മൾ ചെയ്തിട്ടുള്ളത് A1 കോഴ്സിൽ നിബന്ധനകൾക്ക് വിധേയമായി 50% ഫീസിന്റെ ഡിസ്കൗണ്ട് കൊടുക്കുകയാണ്. കാരണം ഇപ്പം +2 കഴിഞ്ഞ് നിൽക്കുന്ന കുട്ടികൾ, ഡിഗ്രി കഴിഞ്ഞ് നിൽക്കുന്ന കുട്ടികൾ, ഇപ്പം IELTS പാസ്സാവണം പിള്ളേർക്ക് വിദേശത്ത് പോകണമെങ്കിൽ, അല്ലെങ്കിൽ ജർമ്മനിയിലെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ പൈസ ഇല്ലാതെ പഠിക്കാമെന്നുള്ളൊരു ഓപ്പർച്യൂണിറ്റി ആണല്ലോ. അപ്പൊ നമ്മൾ വഴി അങ്ങനെ പോകുന്ന കുട്ടികൾക്ക് നമുക്ക് സർവീസ് ചാർജസ് ഇല്ല. അതുപോലെ തന്നെ ഇവിടെ A1 കോഴ്സിന് 50% ഫീ മാത്രമാണ് നമ്മൾ ഈടാക്കുന്നത്. അത് ഇപ്പൊ നമുക്ക് കൊടുക്കുന്ന നമ്മുടെ ചാരിറ്റി പ്രവർത്തനങ്ങളുടെ ഒരു ഭാഗമായിട്ട് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ. അപ്പം സാറിന് എന്താണ് ഈ വീഡിയോ കാണുന്ന ആൾക്കാരോട് സാറിന്റെ സൈഡിൽ നിന്ന് കൺവേ ചെയ്യാനുള്ളത്? എനിക്ക് ചെയ്യാനുള്ളത്, ഇവിടെ യൂറോപ്പിൽ റെസിഡന്റ് വിസയുള്ള, യൂറോപ്പില് അവിടെ നിന്ന് ജർമ്മൻ ഭാഷയിലെ ഡോക്ടറേറ്റ് എടുത്തിട്ടുള്ള, ആ രാജ്യത്ത് താമസിച്ച് അവിടുത്തെ കൾച്ചറും അവിടുത്തെ ഭാഷാ പ്രാവീണ്യവുമുള്ള മറ്റൊരു ഇൻസ്റ്റിറ്റ്യൂഷനുകളും ഇല്ല എന്നാണ്, വളരെ ചുരുക്കമാണ് ഉള്ളതെന്നാണ് എൻ്റെ അറിവ്. അപ്പൊ അത്തരത്തിലുള്ള ഇൻസ്റ്റിറ്റ്യൂഷനാണ് IML അക്കാഡമി. 10 വർഷത്തെ സേവന പാരമ്പര്യമുണ്ട്. ഈ സേവന പാരമ്പര്യത്തിൽ IML ഓവർസീസ് എഡ്യൂക്കേഷൻ കൺസൾട്ടൻസി എന്ന് പറയുന്ന സ്ഥാപനത്തിൽ വന്ന് വിദേശത്തോട്ട് പോകാനും, അതുപോലെ തന്നെ ഇവിടെ വന്ന് പഠിച്ച് അവർക്ക് സ്വന്തം വീട് പോലെ താമസിച്ച് ഒരു ഗുരുകുല വിദ്യാഭ്യാസ സമ്പ്രദായത്തിലൂടെ അവർക്ക് അവരുടെ ലക്ഷ്യത്തിൽ എത്തിച്ചേരാൻ ഏറ്റവും ഉത്തമമായ തൃശ്ശൂർ ജില്ലയിലെ ഒരു സ്ഥാപനമാണ് ഇന്റർനാഷണൽ മൾട്ടി ലാംഗ്വേജ് അക്കാഡമി എന്ന് പറയുന്ന IML അക്കാഡമി. ഇവർക്ക് എല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. താങ്ക് യു സർ.